അപ്പോൾ ഈ പെൺകുട്ടി അവിടുത്തെ ഈ തട്ടുകടകളിൽ സുഹൃത്തുക്കളുമായി വരാറുണ്ട്. അത് കോഴിക്കോട് ലോ കോളേജിലെ 3ാം സെമസ്റ്റർ പെൺകുട്ടിയാണ്, പിന്നെ പഠിക്കുന്ന വിദ്യാർത്ഥിനിയാണ് ഈ മൗസ. അപ്പം മൗസ അവിടെ വരുമ്പോൾ ഇയാളെ കാണുമ്പോൾ ഇയാൾ ഓരോ തവണയും ഓരോ വാഹനങ്ങളുമായിട്ടാണ്, അതും നമ്മൾ എന്താ പറയുക വളരെ അട്രാക്ഷൻ തോന്നുന്ന തരത്തിലുള്ള, നമുക്ക് എന്താ പറയുക ഒരു ഭ്രമം തോന്നുന്ന തരത്തിലുള്ള വാഹനങ്ങളുമായിട്ടാണ് ഇയാൾ ഓരോ തവണയും അവിടെ നിത്യ സന്ദർശകനായി അവിടെ എത്തുന്നത്. അപ്പോൾ ഈ കാറുകളോട് വാഹനങ്ങളോട് താല്പര്യം ഉള്ളത് കൊണ്ട് തന്നെ ഈ മൗസ ഈ പറയുന്ന ഈ അൽഫാനുമായി അടുപ്പം സ്ഥാപിച്ചു. അത് സൗഹൃദമാണ്. സൗഹൃദം സ്ഥാപിക്കുമ്പോൾ പിന്നെ അത് നീണ്ടുപോകവേ അത് പ്രണയത്തിലേക്ക് വഴിമാറാനുള്ള എല്ലാ സാധ്യതയും ഉണ്ട്. പക്ഷേ ഈ ആദ്യഘട്ടത്തിലൊന്നും പോലീസ് പറയുന്നത് ശരിയാണെങ്കിൽ, മെഡിക്കൽ കോളേജ് ACP പറയുന്നത്, ഉമേഷ് പറയുന്നത് ശരിയാണ്, ACP ഉമേഷ് പറയുന്നത് ശരിയാണെങ്കിൽ അവിടെ ഒന്നും ആദ്യത്തെ ഘട്ടത്തിലൊന്നും തന്നെ ഈ പെൺകുട്ടി ഇത് അറിഞ്ഞില്ല, ഇയാൾ മാരീഡ് ആണെന്നുള്ള കാര്യം ആദ്യമൊന്നും അറിഞ്ഞിരുന്നില്ല. പക്ഷെ അറിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഘട്ടം കടന്നുപോയി, പ്രണയത്തിന്റെ ഒരു ഘട്ടം തീവ്രതയിലെത്തി കടന്നു പോയിരുന്നു. അപ്പോൾ അവിടെ ഇവർ താമസിക്കുന്ന വെള്ളിമാട് കുന്ന് ഇരിങ്ങാടമ്പള്ളി റോഡിന് സമീപത്തെ ജനതാ റോഡിലെ പിന്നെ ഒരു വീട്ടിലാണ് ഇവർ വാടകയ്ക്ക് താമസിക്കുക. അവിടെ തന്നെയാണ് കുട്ടിയുടെ ബോഡി കണ്ടെത്തിയത് ഫെബ്രുവരി 24-ാം തീയതി. ഈ പെൺകുട്ടിക്ക് 20 വയസ്സ് പ്രായമുണ്ട്.